പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നവരോട് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് പറയുക? പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, അല്ലാതെ നമ്മള് മുതലാളിയായിട്ട് നിന്നിട്ട് ഒരു ഫാം ഓണമെന്നൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങാനാണ്. ഞാൻ ഇപ്പൊ ബ്രോയിന്റെ വീഡിയോസ് തന്നെ സ്ഥിരമായിട്ട് പണ്ടുപോലെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ അതും കണ്ട് മാത്രം വന്നു കഴിഞ്ഞാൽ ചെയ്യാതില്ല. ഇത് കാരണം ഇതിൽ ജോലിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇല്ലേ? കാരണം ഒരു ദിവസം പോലും നമുക്ക് ഇതിനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളില്ലെങ്കിൽ ഒരാളെ ഒഴിപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. പിന്നെ പണി മെയിനായിട്ട് നമ്മളെല്ലാം പഠിക്കുക. പിന്നിട്ട് പിയാനോ ഇതിന്റെ എല്ലാ പണിയും നമ്മൾ പഠിച്ചെടുത്താൽ അത് കഴിഞ്ഞ് നമുക്ക് ജോലിക്കാരെ അവരില്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് നോക്കാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ കറവ എങ്ങനെ മെഷീനാണ്? കറവ മെഷീനാണ്. മെഷീൻ കറവയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നിലവിൽ ഇതുവരെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ട് ഇൻഷുറൻസോ അല്ലെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാറുണ്ട്. തന്നെ എടുത്തിരുന്നു. ഇൻഷുറൻസ് അവർ തന്നെ ചെയ്തു. നല്ല പിന്നെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും എടുക്കാറുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. ഇതിപ്പോ പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. തൈലേറിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ ഫുഡിൽ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ നമ്മൾ കൊടുക്കുമ്പോൾ? ഫുഡിൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എല്ലാവർക്കും ബോഡി വെയിറ്റിനനുസരിച്ചും മിൽക്കിനനുസരിച്ചും. അല്ല, കാരണം ഇവിടുന്ന് കൊണ്ടുമ്പോൾ നമ്മൾ ഏത് ഫുഡ് ആദ്യം കൊടുക്കുന്നത്? ഇപ്പൊ വൈക്കോല് മാത്രമേ ഒരു 2 നേരം കൊടുക്കുള്ളൂ. ഇന്ന് പോയി നൈറ്റും അത് കഴിഞ്ഞ് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്കും വൈക്കോല് മാത്രമേ ഉള്ളൂ. വേറെ കോൺസെൻട്രേറ്റ് ഒന്നും കൊടുക്കില്ല. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെയിലേക്ക് ആയി വരാനുള്ളൊരു ടൈം എടുക്കും. പതുക്കെ വൈക്കോലും വെള്ളവും മാത്രം. വൈക്കോലും വെള്ളം. പിന്നെ നമുക്ക് നമ്മുടെയിലേക്ക് പതുക്കെ ഒരു 1-1.5 ആഴ്ച കൊണ്ട് നമ്മുടെ ഫുഡ് ആക്കി എത്തിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.